മരണവീട്ടിൽ പുലർത്തേണ്ട ഒരു ഔചിത്യ ബോധമുണ്ട്. നിർഭാഗ്യവശാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ഇല്ലാതെ പോയതും അതാണ്. മരണവീട്ടിൽ കയറി ചെന്ന് രാഷ്ട്രീയം പറയണമെങ്കിൽ സതീശനോളം ചെറുതാകാതെയും തരമില്ലല്ലോ. മലയാളത്തിന്റെ സ്വന്തം ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് മരണവീട്ടിൽ നിന്ന് രാഷ്ട്രീയം പറഞ്ഞതിനെ അങ്ങേയറ്റം നീചമെന്നല്ലാതെ മറ്റെന്ത് വിശേഷിപ്പിക്കണം? ഇന്നലെ രാവിലെ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ മാധ്യമങ്ങളിൽ ഞാൻ സത്യം പറഞ്ഞാൽ CPM-നെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു പ്രയോഗം. കാരണം തോറ്റു കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസമാവുന്നില്ല. തോൽപ്പിക്കാൻ എളുപ്പമാണ് നമുക്ക്, പക്ഷേ തോറ്റുവെന്ന് അവരെ വിശ്വസിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. അവർ നടത്തുന്ന താത്വികമായ വിശകലനം ശങ്കരാടിച്ചേട്ടൻ്റെ കഥാപാത്രത്തിലൂടെ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ ശ്രീനിവാസനൊരു ബിഗ് സല്യൂട്ട് ആ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായി. മരണവീട്ടിൽ നിന്നുകൊണ്ട് എതിർ രാഷ്ട്രീയ പാർട്ടിയെ പരിഹസിക്കാൻ ശ്രീനിവാസനെ ഉപയോഗിച്ചിരിക്കുന്നു. പ്രതികരണം കേട്ടാലറിയാം പെട്ടെന്നുള്ള പ്രതികരണമല്ലത്, മറിച്ച് പഠിച്ചു പറയുന്നതാണെന്ന്. ഇടതുപക്ഷത്തെ നിശിതമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത കലാകാരനാണ് ശ്രീനി. എന്നിട്ടും അദ്ദേഹത്തെ യാത്രയാക്കുമ്പോൾ ഇടതുപക്ഷ നേതാക്കൾ ആരും അതിനോട് ആദരവ് കുറവ് കാണിച്ചില്ല. രാഷ്ട്രീയമായി ഒരു വാക്കും മിണ്ടിയില്ല. അവിടെയാണ് സതീശൻ രാഷ്ട്രീയം കുത്തിക്കയറ്റി തന്റെ സംസ്കാര ശൂന്യത പ്രകടമാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോറ്റാൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറയാൻ മാത്രം രാഷ്ട്രീയ പക്വത കുറഞ്ഞ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഇതല്ല ഇതിനപ്പുറവും നമ്മൾ പ്രതീക്ഷിക്കണം.